ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ബിരിയാണി അരി എന്ന് പറയുന്നത് കൈമ റൈസാണ്. അരമണിക്കൂർ കുതിർത്ത അരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കാം. അതിനുശേഷം ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് കപ്പിലാണ് അരി എടുക്കുന്നത് ആ കപ്പിൽ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിക്കണം. അതാണ് കണക്ക്. ഈ ചെറിയ അരി കുറച്ച് വേവുള്ള അരിയാണ്, അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 700-750 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഈ വെള്ളം ഒഴിച്ച് നമ്മൾ അരി വേവിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റ് പരുവത്തിന് കിട്ടും. ആ രീതിയിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പെരിഞ്ജീരകം, കുരുമുളക് ഇതും ആ വെള്ളത്തിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ ബിരിയാണി കഴിക്കുന്നതിന്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ രമ്പയില ഉള്ളതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അതും ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ടതിന് ശേഷം നമുക്ക് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അരി വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് വേറൊരു കടായി അടുപ്പത്ത് വെച്ച് ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ്, റൈസിൻസ് ഇവ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. കാഷ്യൂ നട്ട്സ് ഏകദേശം ഒന്നായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 അത്യാവശ്യം വലിപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ഞാൻ 250 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസാക്കി നീളത്തിലൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ബീൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഞാനിവിടെ ഒരു ക്യാപ്സിക്കം, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ പീസാക്കി അതും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. സവാളയും ക്യാരറ്റും നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അരി ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വെജിറ്റബിൾസ് ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നമ്മുടെ കയ്യിൽ പുതിനയിലയോ മല്ലിയിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക്